നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക്, ഒരു ഡെന്റൽ സർജൻ. വൈറലായി വീണ്ടും സത്യം. നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ഞാൻ അങ്ങ് തരുവാണ്. വൈറലായി വീണ്ടും സത്യമാണ്. അസഭ്യവർഷവുമായി സോഷ്യൽ മീഡിയ അടക്കി വാഴാനുള്ള ശ്രമത്തിൽ. നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക്, ഒരു ഡെന്റൽ സർജനാണ്. കഴിഞ്ഞ 10 കൊല്ലമായി ഇടുക്കി നെടുങ്കണ്ടത്ത് സ്മൈൽ കെയർ ഡെന്റൽ ക്ലിനിക് എന്ന സ്ഥാപനം ഞാൻ നടത്തി വരുന്നു. എന്നെ നേരിട്ട് പരിചയമുള്ള ഒരുപാട് പേരിലുണ്ടാവാം. കഴിഞ്ഞിടെ സത്യഭാമയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റിനടിയിൽ കമന്റ് ഇട്ടതിന്റെ പേരിൽ എന്റെ പേര് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം. അതുമായി ബന്ധപ്പെട്ട് എനിക്കും ചിലത് പറയാനുണ്ട്. നമുക്കെല്ലാം അറിയാം, ഒരു വർഷം മുമ്പ് RLV രാമകൃഷ്ണൻ എന്നൊരു കലാകാരനെ അപമാനിച്ച വിവാദ പ്രസ്താവന നടത്തിയ സത്യഭാമ എന്ന വ്യക്തി കേരളം ഒട്ടാകെയുള്ള ജനങ്ങളാൽ വിമർശനം ഏറ്റുവാങ്ങുകയും അതേ തുടർന്ന് നിയമ നടപടികൾ നേരിടുകയും ചെയ്ത വ്യക്തിയാണ്. എന്നാൽ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഇതേ കാര്യങ്ങൾ കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയിൽ വിവാദ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ഏറ്റുപിടിക്കാൻ ഒരുപാട് ഓൺലൈൻ മീഡിയകളും. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയിൽ വന്ന മല്ലിക സുകുമാരനുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയ്ക്ക് താഴെ ഞാനൊരു കമന്റ് ഇടുകയുണ്ടായി. 2 ദിവസത്തിന് ശേഷം എന്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന വീഡിയോയിൽ കമന്റ് ബോക്സിൽ തെറി പറഞ്ഞവർക്കെതിരെ പച്ചത്തെറിയുമായി സത്യഭാമ, മല്ലിക സുകുമാരനെ സപ്പോർട്ട് ചെയ്തവരെ എടുത്തെടുത്ത സത്യഭാമ എന്ന പേരിൽ ഒരു ലൈവ് വീഡിയോ ഞാൻ കാണാനിടയായി. അതിൽ പരാമർശിച്ചിട്ടുള്ള ഡോക്ടർ ഞാനായതുകൊണ്ടും ഞാനിട്ട കമന്റിന് എനിക്ക് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടും മാത്രവുമല്ല, കമന്റിന്റെ അവസാനം എന്നോട് പറയുകയുണ്ടായി, തീർച്ചയായും എനിക്കൊരു മറുപടി വേണം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചത് കൊണ്ടുമാണ് ഈ സമയമില്ലാ സമയത്ത് ഈ മറുപടിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരേണ്ടി വന്നത്. ഇത് നിങ്ങൾ കാണുമെന്നുള്ളത് എനിക്ക് തീർച്ചയായും അറിയാം. അതായത് അവരുടെ കുറെ സുഹൃത്തുക്കളാണോ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കുറെ പേര്, അതിലെ കുറച്ചു പേരുടെ പേരുകൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ കമന്റ്സ് എന്റെ കയ്യിലുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ ഒരു ഡോക്ടർ വിപിൻ ബാബു, ഇവൻ ഇതിൽ പരാമർശിച്ചുള്ള ഡോക്ടർ ഞാനാണ്. അപ്പൊ ഇതില് ഇത്രയും പറഞ്ഞതില് ഇവർക്ക് കുറെ ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ ബിപിൻ ബാബു, നീ ഏത് കോണത്തിലെ ഡോക്ടറാടാ തെണ്ടി? നീ ഒരു വ്യാജ ഡോക്ടറല്ലേ? ഡോക്ടറാ, നിന്നെ ഡോക്ടർ എന്നല്ലേ വിളിക്കണ്ടേ? തെണ്ടി ബിപിനെ. എന്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടടാ, നീ ഇങ്ങോട്ട് വാ. ഇവര് പറയുന്നത് ബിപിൻ ബാബുവിന് എന്നെ നമശിവായ എന്നറിയില്ല. ബിപിൻ ബാബുവിന് നമശിവായും അറിയാം, ബിപിൻ ബാബുവിന് കല എന്താണെന്ന് പറയാം, കലാകാരന്മാരെ നന്നായി അറിയാം. ഒരു കലാകുടുംബത്തിൽ തന്നെ ജനിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഇനി എന്നോട് ചോദിക്കൂ, നീ എന്ത് തെണ്ടി ഡോക്ടറാണ്? ചേച്ചി, ഒരു കാര്യം, നമ്മൾ തെണ്ടി നടന്നാൽ ഡോക്ടർ ആവാൻ പറ്റില്ല. അതിന് നല്ല അധ്യാപകരുടെ കീഴിൽ നല്ലതായിട്ട് പഠിക്കണം, പഠിച്ച് പാസ്സാവണം, എൻട്രൻസ് എഴുതണം, എൻട്രൻസ് പാസ്സാവണം, അഡ്മിഷൻ എടുക്കണം, നല്ല കോളേജിൽ കഷ്ടപ്പെട്ട് പഠിക്കണം, രാപ്പകലില്ലാതെ അധ്വാനിച്ച് പഠിച്ച് ഒരുപാട് പ്രാക്ടിക്കലും തിയറി എല്ലാം ചെയ്ത് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. അപ്പം ആ ചോദ്യത്തിനുള്ള മറുപടി വരില്ലോ, തെണ്ടി നടന്നാൽ ഡോക്ടർ ആവില്ല. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് ഞാനൊരു വ്യാജ ഡോക്ടറാണെന്ന്. അയ്യോ ചേച്ചി, ഞാൻ ഒരു വ്യാജ ഡോക്ടറല്ല. 10 കൊല്ലം മുമ്പ് പഠിച്ച് പാസ്സായി, ഡിഗ്രി എടുത്ത് പാസ്സായി, കേരള രജിസ്ട്രേഷൻ ഉള്ള ഒരു ഡോക്ടർ തന്നെയാണ് ഞാൻ. അപ്പൊ ഞാൻ വ്യാജനല്ല എന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത്, ചേച്ചി പറഞ്ഞത് നീ ഇതിലെ ഡോക്ടറാണെന്ന്. ചേച്ചി, ഞാൻ ഇതിലെ ഡോക്ടർ അല്ല, ഞാനൊരു ഡെന്റൽ സർജനാണ്. ഈ കോയും വായും നമ്മി തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഈ പ്രശ്നം. ചേച്ചി ഒരുപാട് വട്ടം പറയുന്നതായിട്ടല്ലോ എന്ന വാക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിന്റെ പേര് നിങ്ങൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ അവിടുത്തെ ഡോക്ടറല്ല, ഞാനൊരു ഡെന്റൽ സർജനാണ്. അപ്പൊ അതും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത്, നീ നിന്റെ അമ്മയുടെ അവിടുന്ന് വന്നപ്പോ തുണിയും കോണാനും ഒന്നും ഇല്ലാതെയല്ലേ വന്നതെന്ന്. അതേ ചേച്ചി, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. സാധാരണഗതിയിൽ എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് വരാറുള്ളതാണ് എന്റെ ഒരു അറിവ്. ഇനി എനിക്കറിയാൻ പാടില്ല ആരെങ്കിലും സർവാഭരണ വിഭൂഷിതരായി പുറത്തേക്ക് വരുന്നുണ്ടെന്നുള്ളത്. അത് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. സാധാരണ മനുഷ്യരെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ പറഞ്ഞത് നീ ജട്ടിയും ഇട്ടതിന് ശേഷമല്ലേ ജട്ടിയും പാന്റും ഒക്കെ ഇട്ടതെന്ന്. എല്ലാരും അങ്ങനെ തന്നെയാണെന്നേ. ആദ്യം പാമ്പർ ഇടും, പിന്നെ ജട്ടി ഇടും, പിന്നെ നിക്കർ ഇടും, പിന്നെ പാൻസ് ഇടും. എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാ. ആ കാര്യം നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണ്. പിന്നെ
എല്ലാത്തിലും നിങ്ങൾ അമ്മ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് വളരെ എന്തോ മോശപ്പെട്ടൊരു വാക്കായിട്ടാണ് നിങ്ങൾ കരുതുന്നത്. കാരണം അതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നല്ലൊരു അമ്മയ്ക്ക് അമ്മ എന്ന് പറഞ്ഞ ഒരു വാക്കിന് ഒരു വാല്യൂ ഉണ്ട്. കാരണം RLV രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ അധിക്ഷേപിക്കുമ്പോഴും അതിലും പെറ്റ തള്ള സഹിക്കില്ല എന്നാണ് പറഞ്ഞത്. തുടർന്ന് ഈ തെറി വീഡിയോയിലും നിങ്ങൾ എല്ലായിടത്തും തള്ള എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. നല്ലൊരു അമ്മയായിരിക്കെ നല്ല മക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മക്കൾക്ക് അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ തള്ള എന്നൊരു പ്രയോഗം, കാരണം നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ അമ്മയിൽ ചിലപ്പം തിക്താനുഭവങ്ങൾ ഉണ്ടായേക്കാം, അതുകൊണ്ടാവാം ഇത്ര നികൃഷ്ടമായ രീതിയിൽ നിങ്ങൾക്ക് അമ്മയ്ക്ക് വിളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അത് നിങ്ങളുടെ സംസ്കാരം. അതിനൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി പറഞ്ഞത് നിന്റെ അമ്മയ്ക്കൊക്കെ ഉള്ളത് തന്നെയാണ് എനിക്കും ഉള്ളതെന്ന്. ചേച്ചി അത് ശരിയായിരിക്കും, കാരണം എല്ലാ സ്ത്രീകൾക്കും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണെന്നേ. ഇതൊന്നും ഇവിടെ ഒന്ന് പറയേണ്ട കാര്യം എന്താ? ഇതൊക്കെ ആരെങ്കിലും ചോദിച്ചായിരുന്നോ? ഇല്ല. അപ്പൊ അത്തരത്തിൽ ചോദിച്ചിട്ടുള്ളവർക്കുള്ള മറുപടി അവർക്ക് കൊടുക്കുക. ഇതൊന്നും ഏറ്റെടുക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ പറഞ്ഞു അവിടെ പോയി നോക്കാൻ, അമ്മയ്ക്കൊക്കെ ഉള്ളത് പോയി നോക്കാൻ. എന്റെ ചേച്ചി ഞങ്ങൾ എല്ലാവരും അമ്മയുടെ ഒന്നും പോയി നോക്കാറില്ല. നിങ്ങളുടെ സംസ്കാരത്തിൽ അങ്ങനെ ഉണ്ടോ എന്നോ എനിക്കറിയത്തില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. പക്ഷെ ഞങ്ങളൊക്കെ അമ്മ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഇത് കാണുന്നത് അതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല, അങ്ങനെ ആരും പോയി നോക്കാറില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു കലാകാരനെ സമൂഹം അംഗീകരിക്കുന്നത് എപ്പോഴും അവരുടെ കലയുടെ ക്വാളിറ്റിയും അല്ലെങ്കിൽ അവരുടെ ശിഷ്യസമ്പത്തും അവർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതനുസരിച്ചാണ് നമ്മളൊരു കലാകാരനെ എപ്പോഴും അംഗീകരിക്കുന്നത്. എനിക്ക് ഒരുപാട് കലാകാരന്മാരെ അറിയാം. ഇനി ഈ പറയുന്ന വ്യക്തിയെ നിങ്ങളെ ഞാൻ അറിയുന്നത് പോലും എന്റെ ഇത്രയും വയസ്സിനിടയ്ക്ക് ഞാൻ നിങ്ങളെ അറിയും. ചിലപ്പോൾ എന്റെ ചിന്താമണ്ഡലങ്ങൾ വളരെ ചെറുതായിരിക്കാം. ഞാൻ പോലും നിങ്ങളെ അറിയുന്നത് RLV രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയിലൂടെയാണ്. ആ വ്യക്തിയിലൂടെ തന്നെയാണ് നിങ്ങളെ ഞാൻ അറിയുന്നത്. കാരണം ഞാൻ അറിയുന്ന അല്ലെങ്കിൽ ലോകം അറിയുന്ന കലാമണ്ഡലം സത്യഭാമ ടീച്ചർ എന്ന് പറഞ്ഞ വ്യക്തി യശശരീരിയായ ഒരു വലിയ ലെജൻഡ് ആയിരുന്നു. മോഹിനിയാട്ട കലാരൂപത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു ലെജൻഡ് ആയിരുന്നു. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയെ പോലെ ഒരു ലെജൻഡ് ആയിരുന്നു പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ എന്ന് പറയുന്നത്. നിങ്ങളെ ഞങ്ങൾ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ RLV രാമകൃഷ്ണനോട് മാത്രമാണ്. ഇനി ഈ വീഡിയോ ഇട്ടതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു TV ഒരു ഷോ വരുമ്പം എല്ലാ വർഷവും ഇതുപോലുള്ള ഒരുപാട് പേര് പുറത്തു വരാറുണ്ട്. ഞാൻ വളരെ മാന്യമായാണ് നിങ്ങളുടെ അതിനിടയിൽ കമന്റ് ഇട്ടത്. ഇനി ഇതിൽ ഏതാണ് നിങ്ങളെ പ്രകോപിപ്പിച്ചത്? ഞാൻ അമ്മച്ചി എന്ന് വിളിച്ചിട്ടോ? കോടതികൾ പറയാറുണ്ട് 50 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളെ നിങ്ങൾ യുവതികൾ എന്ന് വിളിക്കണമെന്ന്. താങ്കൾ തന്നെ പറയും താങ്കൾക്ക് 65 വയസ്സിന് മുകളിലുണ്ടെന്ന്. ഞങ്ങളുടെ നാട്ടിൽ പ്രായമുള്ളവരെ ഞങ്ങൾ അമ്മച്ചി എന്നൊക്കെയാണ് വിളിക്കാറ്. അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല, അത് തെറിയായിട്ട് എനിക്ക് തോന്നിയില്ല. കമന്റിൽ പച്ച തെറി വിളിച്ചവരെ തെറി വിളിച്ച് സത്യഭാമ എന്നാണ്, പച്ച തെറി വിളിച്ച് സത്യഭാമ. ഞാനല്ലേ ഏതാണ് തെറി വിളിച്ചത്? ഞാനിട്ട കമന്റിന് താഴെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ പലരും കമന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും നിങ്ങൾ മറുപടി കൊടുത്തില്ല. അതെന്തുകൊണ്ടാണ്? പബ്ലിക്കായിട്ട് തെറി വിളിക്കുന്നവരെ നിങ്ങൾ തിരിച്ച് തെറി വിളിച്ചാൽ അതിലും ഭീകരമായ തെറി തിരിച്ചു കിട്ടും എന്ന ഭയം കൊണ്ടല്ലേ നിങ്ങൾ അത് ചെയ്യാത്തത്? അതാദ്യം പോയി വായിച്ചു നോക്ക്. അത്രയും മോശപ്പെട്ട രീതിയിൽ കമന്റ് ചെയ്ത് ഒരുപാട് കമന്റുകൾ ഇപ്പോഴും അതിൽ കിടപ്പുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കുള്ള രാഷ്ട്രീയ സ്വാധീനവും ഗുണ്ടാ സ്വാധീനവും ഒക്കെ വെച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ച് എനിക്കെതിരെ സൈബർ അറ്റാക്കുകൾ നടത്തിയേക്കാം, എനിക്കെതിരെ വ്യാജ പരാതികൾ കൊടുത്തേക്കാം. അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ ഒരാളെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് കണ്ടല്ലോ, ഓർമ്മയുണ്ടോ? ഒരു വർഷം മുമ്പ് RLV രാമകൃഷ്ണനെ ഇതേ നിറത്തിന്റെ പേരിൽ നിങ്ങൾ അവഹേളിച്ചതിന് നിയമ നടപടികൾ ഉണ്ടായത്. നിങ്ങളൊരു ബെയിലാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇനി ആ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാഗചേച്ചിയുടെ ഡയലോഗ് നിങ്ങളൊന്ന് മോഡിഫൈ ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ പറഞ്ഞാൽ സമൂഹം നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടെന്നുള്ള വിചാരം ഒരിക്കലുമില്ല. ഇന്ന് ഞാൻ പ്രതികരിച്ചു. ഒരാളെങ്കിലും നിങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഭയമില്ല. ചിലപ്പോൾ നിങ്ങളുടെ എല്ലാ സ്വാധീനവും വെച്ച് നിങ്ങൾ എന്നെ സൈബർ അറ്റാക്ക് ഏത് രീതിയിൽ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചേക്കാം. അത് നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ എനിക്കൊരു ഭയവുമില്ല. പറയാനുള്ളത് ഞാൻ തുറന്നു പറയുക തന്നെ ചെയ്യും. കാരണം ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ പലരും ഉപദ്രവിച്ചതിന്റെ പേരിൽ ഇതൊന്നും എനിക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. എന്റെ ഒന്നും അറിയാത്ത അമ്മയെ വരെ നിങ്ങൾ വലിച്ചഴിച്ച സ്ഥിതിക്ക് നിങ്ങൾക്കൊരു മറുപടി അത്യാവശ്യമാണ്. നിങ്ങളിത് കാണണം. കാരണം എന്റെ മറുപടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ഞാൻ അങ്ങ് തരുവാണ്. അപ്പൊ ഡോക്ടറുടെ പേരിൽ ഒരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ അത്രയോടെ റീച്ച് ആകുമല്ലോ. ഡു ഇറ്റ്. നിങ്ങളുടെ കൾച്ചർ അനുസരിച്ച്, നിങ്ങളുടെ സംസ്കാരം അനുസരിച്ച് നിങ്ങൾ സിനിമയിൽ തുടരുക. പക്ഷെ എനിക്കിത് തുടരാൻ താല്പര്യമില്ല. നിങ്ങളൊരു ഗോൾ അടിച്ചു, നിങ്ങൾ പറഞ്ഞു, ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ഒന്ന് കഴിഞ്ഞു. എനിക്കിതുമായി മുന്നോട്ട് പോകാൻ, ഇതുമായി യാതൊരു രീതിയിലും എന്നെ ഇതിന്റെ പ്രശ്നത്തിന് മുന്നോട്ട് പോകാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. നിങ്ങൾ ആഗ്രഹിച്ചത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു മറുപടി തന്നിട്ടുണ്ട്. ഇനി സമൂഹം നിങ്ങൾ വേണ്ട മറുപടി നിങ്ങൾക്ക് തന്നോളൂ.
ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.